വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയത്തിലേക്ക്. CPM ചർച്ച ചെയ്തിട്ടുണ്ടോ? അതായത് CPM ചർച്ച ചെയ്തില്ല. അവര് സ്തുതിപാഠക സംഘമായി രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരായി ഈ മന്ത്രിമാരൊക്കെ മാറിയിരിക്കുകയാണ്. CPM-ന്റെ ജീർണതയുടെ കാലഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ ആരും അത് വിശ്വസിച്ചില്ല. CPM ജീർണതയിലാണ്. ബംഗാളിൽ 33 വർഷത്തെ ഭരണത്തിന്റെ ഒരു അവസാന കാലഘട്ടം ഉണ്ടായിരുന്നു, 2-3 വർഷം. അന്ന് ജ്ഞാനപീഠ അവാർഡ് ജേതാവായ മഹാശ്വേതാദേവി, ബംഗാളിന്റെ മനസാക്ഷിയായ എഴുത്തുകാരി, ആ സർക്കാരിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അന്നും അപകടത്തിലേക്ക് പോകുന്ന ആ സർക്കാരിനെ കുറിച്ച് രൂക്ഷമായിട്ടൊരു വിമർശനം നടത്തി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എനിക്ക് ജ്ഞാനപീഠ അവാർഡ് ജേതാവായ കേരളത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും നമ്മുടെ സംസ്കാരത്തിന്റെ ഔന്നത്യവുമായ MT വാസുദേവൻ നായർ മഹാശ്വേതാദേവിയെ പോലെ ഈ CPM-ന്റെ അവസാന നാളുകളിൽ അവർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പായി അവരതിനെ കാണട്ടെ. ജീർണത ബാധിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ എത്ര നാളായി ഇത് പറയാൻ തുടങ്ങിയിട്ട്. ഈ പറഞ്ഞ വാചകങ്ങൾ ഇവര് ഇടതുപക്ഷമല്ല, തീവ്ര വലതുപക്ഷമാണ്. ഇവര് സംഘപരിവാറിന്റെ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഫാസിസത്തെ നമ്മൾ രാജ്യവ്യാപകമായി എതിർക്കുകയാണ്. കേരളത്തിൽ വരുമ്പോൾ ഫാസിസത്തിന്റെ മുഖം തന്നെയാണ് ഇവർക്കുള്ളത്. അടിച്ചമർത്തൽ, അക്രമം, അനീതി, ഇരട്ടനീതി, അസഹിഷ്ണുത, ഇതെല്ലാം മോഡി ഭരണകൂടത്തിന് ഉള്ളതുപോലെ തന്നെ ഈ സംസ്ഥാനത്തെ ഭരണകൂടത്തിനും ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കും ഉണ്ട്. ആ തിരിച്ചറിവ് ഭയപ്പെടുത്തുന്നതാണ്. രാജ്യവ്യാപകമായി ഫാസിസത്തിനെതിരെ പോരാടുന്ന രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങളെ ഭയചകിതരാക്കുന്നു. കേരളത്തിൽ വരുമ്പോൾ കാണുന്ന ഈ കാഴ്ച, ഇവർ ചെയ്യുന്ന ഈ അതിക്രമങ്ങൾ, അതാണ് പ്രശ്നം. സമസ്തയും ലീഗൊക്കെ വളരെ കൃത്യമായ നിലപാടല്ലേ എടുത്തത്. ലീഗും സമസ്ത എടുത്ത നിലപാടെന്താ? ഇതൊക്കെ മതപരമായ കാര്യങ്ങളാണ്. ആരാധന, വിശ്വാസം എല്ലാം മതപരമായ കാര്യങ്ങളാണ്. അത് അതാത് ആളുകൾ തീരുമാനിക്കട്ടെ, അതാത് പാർട്ടികൾ തീരുമാനിക്കട്ടെ. സത്യം പറഞ്ഞാൽ സമസ്തയുടെ നേതാക്കളെയും ലീഗിന്റെ നേതാക്കളെയും അഭിനന്ദിക്കട്ടെ. കേരളം മുഴുവൻ, കേരളത്തിലെ എല്ലാ സമൂഹവും, എല്ലാ സമുദായങ്ങളും. കാരണം എത്ര പക്വതയേറിയ തീരുമാനമാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഈ സയ്യദ് ജഫ്രി തങ്ങളൊക്കെ എടുത്ത തീരുമാനം. കാരണം ഒരു മുറിവും ഉണ്ടാക്കരുത്, ഒരു പോറൽ പോലും കേരളത്തിന്റെ ശരീരത്തിന് ഏൽക്കരുത് എന്നുള്ള ചിന്തയിൽ നിന്നാണ് അവരത് പറഞ്ഞത്. അവർക്ക് നേരെ തിരിച്ചു പറയായിരുന്നല്ലോ, കയ്യടി കിട്ടാൻ വേണ്ടി പറയായിരുന്നല്ലോ, അല്ലെങ്കിൽ മതവികാരം ആളിക്കത്തിക്കാൻ പറയായിരുന്നല്ലോ. അയോധ്യയുടെ മണ്ണിലേക്ക് ഒരാൾ കാലുകുത്തിപ്പോരെന്നൊക്കെ പല ഭാഷയുണ്ടല്ലോ, ഒന്നും അവർ പറഞ്ഞില്ലല്ലോ. അതാണ് പക്വതയേറിയ രാഷ്ട്രീയ നേതാക്കളും മതമേലധ്യക്ഷന്മാരും ഒക്കെ കേരളത്തിലുണ്ടെന്നുള്ളൊരു ആശ്വാസം. അല്ലത് അന്വേഷിക്കട്ടെ. ഞങ്ങള് സഹകരണ സംഘവുമായിട്ട് വന്ന ഏത് പരാതിയിലും അന്വേഷിക്കണമെന്ന് ഞങ്ങളുടെ നിലപാട്. ഞാൻ ഇന്നലെ വയനാട്ടിൽ നിന്നാണ് ഇവിടെ വരുന്നത്. 108 കോടി രൂപയുടെ അഴിമതി നടന്ന ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി ഉണ്ട്. ആളുകൾ CPM-കാർ ഉൾപ്പെടെ എനിക്ക് പരാതി തരാൻ വന്നു. മാസങ്ങളായി ഒരു നടപടിയില്ല. ആ നടപടി എടുക്കണമെന്നൊരു സമരം ചെയ്തവർക്കെതിരായി ജാമ്യമില്ലാത്ത കേസാ DCC പ്രസിഡന്റ് അടക്കം. ഇരട്ട നീതിയാണ്. ഏത് കോൺഗ്രസ് ബാങ്കിനെ കുറിച്ച് ഏത് പരാതി ഉണ്ടെങ്കിലും ഫ്രീ ആയിട്ട് അന്വേഷിക്കാം. ഞങ്ങൾക്ക് കൂടി ബോധ്യപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദികളായ ആളുകളെ ഞങ്ങൾ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കില്ല. കരുവന്നൂർ ഒരാളെ സംരക്ഷിക്കില്ല. കരുവന്നൂരിലൊക്കെ കട്ടവരെ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നിക്ഷേപകരെ സംരക്ഷിക്കൂ, കൊള്ളക്കാരെ തുറുങ്കിലടക്കൂ എന്നാണ് UDF-ന്റെ നയം. CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊള്ളക്കാരെ കുടപിടിച്ചു കൊടുക്കുകയും നിക്ഷേപകരെ വഴിയാധാരാക്കുകയും ചെയ്യാം. നമ്മുടെ നിലപാട് ക്ലിയറാണ്. ഏതെങ്കിലും സ്ഥലത്തുണ്ടെങ്കിൽ ഞങ്ങൾ വെച്ചുറപ്പിക്കില്ല. അത് നോക്കട്ടെ, വന്നില്ലല്ലോ, നമുക്ക് പരിശോധിക്കാം. അവരാർക്കെങ്കിലും ഏരിയ സെക്രട്ടറിയാണ് അതിന്റെ ലീഗൽ അഡ്വൈസർ. അതെ, CPM ഏരിയ സെക്രട്ടറിയാണ് അതിന്റെ ലീഗൽ അഡ്വൈസർ. അന്വേഷിക്കട്ടെ, എല്ലാവരും അന്വേഷിക്കട്ടെ. നമുക്ക് അന്വേഷിക്കട്ടെ. ഞങ്ങൾ ഒരാളെ വെച്ചുറപ്പിക്കില്ല. കരുവന്നൂരിലൊക്കെ എല്ലാ കൊള്ളക്കാരും ഇപ്പോഴും പാർട്ടിയുടെ സ്ഥാനത്തുണ്ട്, കീ പോസ്റ്റിലുണ്ട്. എല്ലാവരും കൂട്ടുനിന്ന ആളുകൾ, ലോൺ കൊടുത്ത ആളുകൾ, മറിച്ച ആളുകൾ,
ഈ പൈസ അടിച്ചു മാറ്റിയ ആളുകൾ, സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയ ആളുകളൊക്കെ ഇപ്പോഴും അവിടെ ഇരിക്കുക. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരുത്തന്നെ ഇരിക്കില്ല. അങ്ങനെ അഴിമതി കാണിച്ചിട്ടുണ്ട്, തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്കാണ് വരിക. അത് ഞങ്ങൾ ചെയ്യും. അതൊക്കെ ലീഗും കോൺഗ്രസുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച വച്ചിട്ടുണ്ട്. ആ ഉഭയകക്ഷി ചർച്ചയിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. ഒരു തർക്കമില്ല. ഞാൻ നേരത്തെ ഉഭയകക്ഷി ചർച്ച വെച്ചിട്ട് UDF ചെയർമാനായ ഞാൻ വന്ന് അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഇപ്പം പറയുന്നത് ശരിയാണ്. ചർച്ച കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം എന്താണ് തീരുമാനമെന്ന്. ഓക്കെ. വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മോദി ഭരണത്തിന് സമാനമായ ഫാസിസ്റ്റ് നടപടികളാണ് പിണറായി സർക്കാരിന്റെ കീഴിലും നടക്കുന്നത് എന്ന് വി.ഡി. സതീശൻ ആരോപിക്കുന്നു. അതോടൊപ്പം CPM BJP ബന്ധം അത് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുമെന്നും അത്തരത്തിലൊരു ധാരണയാണ് നടക്കുന്നതെന്നും വി.ഡി. സതീശൻ പറയുന്നു. വീണ വിജയന്റെ കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണം ഏത് തരത്തിൽ അവസാനിക്കുമെന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ പല കേസുകളും ഒത്തുതീർപ്പായിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഈ ഒരു അന്വേഷണം നടക്കുന്നതെന്നും വി.ഡി. സതീശൻ പറയുന്നു.